മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ തുക വിതരണം ചെയ്യാമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പിന്മാറ്റം. ജനുവരി 1 മുതൽ റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിലായിരുന്നു. MG പ്രതീഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, റേഷൻ കട വ്യാപാരികൾ സമരം എന്തായാലും തുടങ്ങാൻ നിശ്ചയിക്കുമ്പോൾ ഒരു വശത്തൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇവർ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ നിന്നെല്ലാം മാറുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള ഉറപ്പ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ വാതിൽപ്പടി വിതരണക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്? പ്രവിധ റേഷൻ കടകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്ന ഈ വാതിൽപ്പടി വിതരണക്കാർ ഇക്കഴിഞ്ഞ ജനുവരി 1 മുതലാണ് സമരം പ്രഖ്യാപിച്ചതും സമരവുമായി മുന്നോട്ട് പോയതും. ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ശമ്പളമാണ് കുടിശ്ശികയായി ഇവർക്ക് നൽകാനുണ്ടായിരുന്നത്. തുടർന്നാണ് സമരത്തിലേക്ക് പോയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളും സമരത്തിലേക്ക് കടന്നതോടെ പ്രതിസന്ധി മുന്നിൽ കണ്ട ഭക്ഷ്യമന്ത്രി ഇവരുമായി ചർച്ച നടത്തുകയായിരുന്നു. ഓൺലൈൻ വഴിയായിരുന്നു വാതിൽപ്പടി വിതരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ 3 മാസത്തെ ഈ കുടിശ്ശിക നൽകാമെന്ന് സർക്കാർ ഉറപ്പ് നൽകി. ഇതോടുകൂടിയാണ് ഈ വാതിൽപ്പടി വിതരണക്കാർ ഈ സമരം പിൻവലിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തന്നെ റേഷൻ കടകളിലേക്ക് സാധനം എത്തിച്ച് തുടങ്ങുമെന്നതാണ് വാതിൽപ്പടി വിതരണക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം. മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടുകൂടി തന്നെ തിങ്കളാഴ്ച മുതൽ സാധനങ്ങൾ എത്തിക്കുമെന്ന് റേഷൻ വാതിൽപ്പടി വിതരണക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി സർക്കാരിന് മുന്നിലുള്ള മറ്റൊരു കടമ്പ ഈ റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച സമരമാണ്. മറ്റന്നാൾ മുതലാണ് റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ മറികടക്കാമെന്നതാണ് സർക്കാർ പ്രധാനമായും ആലോചിക്കുന്നത്. തുടർച്ചയായി അവരുമായി ചർച്ച നടത്തിക്കൊണ്ട് എത്രയും വേഗം പരിഹാരം കാണാനുള്ളൊരു നീക്കമാണ് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം എന്നോളം വാതിൽപ്പടി വിതരണക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ച ഫലം കണ്ടിരിക്കുന്നു. സമരം പിൻവലിച്ചിരിക്കുന്നു. പ്രവിധ. ശരി, എന്തായാലും ആ ഒരു കാര്യത്തിൽ ഒരു ആശ്വാസ വാർത്ത വരുന്നുണ്ട്. വാതിൽപ്പടി വിതരണക്കാരാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ റേഷൻ കട വ്യാപാരികൾ മറ്റൊരു വശത്ത് സമരം തുടങ്ങാനിരിക്കുകയാണ്, പ്രതിഷേധിക്കാനിരിക്കുകയാണ്. അതെ, വളരെ സാധാരണക്കാരാണ് ഈ റേഷനൊക്കെ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഭക്ഷണം അത് മുട്ടിക്കരുത് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് ചർച്ചകളെങ്കിലും ഒരു പക്ഷേ തിങ്കളാഴ്ചയ്ക്ക് മുൻപ് അക്കാര്യത്തിൽ ഒരു പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.